അത് ഇത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ മുദ്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാല് ചുംബിക്കുക, കൈമുത്തുക, അത് മുത്തുനബി തങ്ങളാ. കോമാടനോ അത് ഇബിലീസ. ഒന്ന് മുത്തുനബി തങ്ങള്, മറ്റൊന്ന് ഇബിലീസ്. ഇബിലീസിന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാ, മുത്തുനബി തങ്ങളെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആന, മറ്റൊന്ന് കുയ്യാന. മുത്തുനബി തങ്ങളുടെ വിയർപ്പിന് പ്രത്യേകതയുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തിട്ടുണ്ട്? മുത്തുനബി തങ്ങളുടെ വിയർപ്പ് കുപ്പിയിലാക്കിയിട്ട് അത്തറിന് പകരം മരുന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കുട്ടികൾക്ക് ഉപയോഗിക്കാണ്ട്. കോമാടന്റെ വിയർപ്പാക്കിയാലോ കുഷ്ഠരോഗം വരെ പിടിച്ചു പോകും. കുഷ്ഠരോഗം വരെ വന്നിട്ട് എന്ത് ചെയ്യും? ആളെന്ത് ചെയ്യും? അടിച്ചു പോകും. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യണ്ട? കുരുവട്ടൂരി ഇബ്ലീസും ത്വരീഖത്തുകാരായ ബുഖ്താനികളെ നിങ്ങൾ ഖിയാസാക്കേണ്ടതില്ല. അത് ഇത് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? പേരോട് സ്ഥാനം ക്ലിപ്പിട്ടിട്ട് എന്ത് ചെയ്യാണ്? ഇപ്പൊ ഇതങ്ങനെ കിട്ടിപ്പോയിട്ടുണ്ട്, ഇപ്പൊ ഇതിലേക്ക് എന്ത് ചെയ്യാണ്? പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട? നെളിയണ്ടെന്നാ പറ. ഈ ഇബ്ലീസൻ ബുഖ്താനികളോട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പനിക്കണ്ടാന്ന്. എങ്ങനെ? അത് കണ്ടിട്ട് നിങ്ങൾ പനിക്കണ്ട. കാരണം അത് ഇത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം എന്താണെന്ന് മുസ്ലിമീങ്ങൾക്കറിയാം. ഇബ്ലീസൻ ത്വരീഖത്തുകാരായ ബുഖ്താനികൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം ഏതെങ്കിലും ഒരു ചാത്തനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാണ്? ഇതെന്ത് ചെയ്യാണ്? റസൂലിന് പകരം വന്നതാണെന്ന് പറഞ്ഞാൽ മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി വന്നതുപോലെ കോമാടൻ ഇബ്ലീസ് ബുഖ്താനി വ്യാജസിദ്ധൻ വരുന്നുണ്ടെങ്കിൽ അത് പടിക്ക് പുറത്താണ്. ഇനിയിപ്പോ ഇതിന് അപ്പുറം പറയേണ്ട ആവശ്യമില്ലല്ലോ.